രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല പാട്ടൊക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ട് ദിവസം തുടങ്ങിയതാണ്. പക്ഷെ രാവിലെ തന്നെ ഗ്യാസ് തീർന്ന് നമ്മുടെ കുക്കിംഗ് പരിപാടികളെല്ലാം പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. ഇൻഡക്ഷൻ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? അതിൽ കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്യാസ് ഇന്ന് വളരെ നേരത്തെ തന്നെ കിട്ടി. അങ്ങനെ ഗ്യാസ് കിട്ടിയ സന്തോഷത്തിന് നമ്മൾ 2-3 ദോശയും കൂടി ഉണ്ടാക്കി. ചായ കൂടി കഴിഞ്ഞ് അടുത്ത പരിപാടി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കലാണ്. ജോസേട്ടൻ്റെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ കുക്ക് ചെയ്യും. ആ ബീഫ് റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഇതിൽ കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കയറി കാണണേ. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനും മകനും തമ്മിലുള്ള മത്സരം. അച്ഛൻ ഉള്ളി പൊളിക്കുന്നു, മോൻ കുരുത്തക്കേട് കളിക്കുന്നു. അച്ഛൻ ലീവ് എടുത്തിരിക്കുന്ന ദിവസം മോന് കുരുത്തക്കേട് ഇത്തിരി കൂടുതലാണോ എന്ന് തോന്നാറുണ്ട്. തോന്നലല്ല, ശരിയാണ്. നല്ല കുരുത്തക്കേടാണ് ഈ ദിവസങ്ങളിൽ. ഞാൻ മാത്രമുള്ളപ്പോൾ ഇത്ര വലിയ കച്ചറയില്ല. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ ചെറിയ ചെറിയ ഹെൽപ്പ് ചെയ്യേണ്ട പണികൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ കുക്കിങ്ങും ചേട്ടൻ്റെ വക തന്നെയാണ്. ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നു, ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് എല്ലാ ഐറ്റംസും. അങ്ങനെ ബീഫ് കറി ഉണ്ടാക്കി, ചോറുണ്ടാക്കി. ചോറും തൈരും ബീഫ് റോസ്റ്റൊക്കെ കൂട്ടി നമ്മൾ നല്ല അടിപൊളിയായി ഫുഡ് കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് ഹൈപ്പർ മാർക്കറ്റ് വരെ പോവാണ്. ഈ സമയത്തെ ആകാശം കണ്ട നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നു. പക്ഷേ മഴ പെയ്യേയില്ല, ഈ ഒരു മൂടൽ മാത്രമേ ഉള്ളൂ. സാധനം വാങ്ങിക്കാൻ കയറി കഴിഞ്ഞാൽ സാധനം എടുക്കുന്നതിനെക്കാട്ടിലും നോക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും വലിയ പ്രശ്നമാണ് തക്കടുവിനെ മാനേജ് ചെയ്ത് കൊണ്ടുനടക്കുക എന്നുള്ളത്. നമ്മളെന്താ ഇങ്ങനെ ചിന്തിക്കണല്ലേ? ഒന്നും മിണ്ടാത്ത സൈലൻ്റായി നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ പറയും ഇതിനെന്താ മറ്റു കുട്ടികളെ പോലെ കളിച്ചുകൂടെ എന്ന്. നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയം എന്തായാലും അതല്ല. സാധനം വാങ്ങാൻ വന്നിട്ട് ഇവിടെ കണ്ണിൽ കണ്ടതൊക്കെ നോക്കി നടക്കുവാണ്. സ്റ്റാർ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. മുന്നേ റഷീദൊക്കെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മൊത്തം മാറ്റം വരുത്തിയിട്ടുണ്ട്, പഴയ പോലെയേ അല്ലാന്ന്. ശരിയാണ്, ഇവർ ബില്ലിംഗ് സെഷനും സാധനങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇപ്പോൾ ആകെ മൊത്തം നമുക്കൊന്നും മനസ്സിലാവാത്ത പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ചേഞ്ചസ് വരുത്തിയതുകൊണ്ട് ഏറ്റവും ഉപകാരം ഉണ്ടായത് ഞങ്ങളുടെ ഫാമിലിക്ക് തന്നെയാണ്. ഇല്ലെങ്കിൽ തക്കടു ആദ്യം പോവുക ടോയ്സിൻ്റെ സെക്ഷനിലേക്കാണ്. ഇത്തവണ എത്ര നോക്കിയിട്ടും ആ ഒരു സെക്ഷൻ മാത്രം പുള്ളിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കുറച്ച് മീനൊക്കെ വാങ്ങി, പ്ലാൻ ചെയ്തതിലും കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് രാവിലെ നമുക്ക് പത്തിരി ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്യാസ് പണി മുടക്കിയതുകൊണ്ട് ആ പരിപാടി നടന്നില്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ മനസ്സിൽ വിചാരിച്ച പത്തിരി ഉണ്ടാക്കി കഴിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങിയത്. പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും നല്ല സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ.